ചപ്പൻ ഹൈന്ദവധർമ്മൊക്കെ കളഞ്ഞു കുളിച്ചു. നീയിപ്പൊ എന്താ ചെയ്യ? ഒരുത്തൻ പാമ്പിനെ കൊണ്ടൊന്ന് വിഷടിപ്പിച്ചു ഉത്തരേ. അത് കണ്ടുടനെ മതവും മാറി. അവന്റെ മോന് എന്റെ മോളെ കൊടുക്കാനോ? അത് ഈ ജമ്മൻ നടപ്പില്ല. സാവിത്രിക്കുട്ടി ഉണ്ണിയുമായി ലോഹിത്തിലാന്നാ പറഞ്ഞു കേൾക്കണത്. മറ്റൊരു വേളിക്ക് സമ്മതിക്കുമോന്ന് സംശയ. സമ്മതിക്കില്ലാന്നോ? അവൾ അത്രയ്ക്കായോ? വേളി നിശ്ചയിക്കേണ്ടത് നോമ, അവളല്ല. പക്ഷേങ്കി അങ്ങനെ തന്നിഷ്ടത്തിന് ഭാവം വെച്ചാലേ അടിച്ചിറക്കി പടി വിലക്കും. എന്റെ മോള് മരിച്ചു പോയെന്നാ വിചാരിക്കും. പിണ്ണം വെച്ച് പുലവുളി നടത്തും അങ്ങട്. സാവിത്രിക്കുട്ടി നമ്മളെ അങ്ങോട്ട് നിശ്ചരിക്കുവോ? അതറിയാൻ തന്നെയാ നോൻ തീരുമാനിച്ചിരിക്കണേ. പിന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിലുണ്ടല്ലോ അവളുടെ വേളി അങ്ങോട്ട് കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ വരണാരാന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ ആരായാലും വേണ്ടില്ല. കുലമഹിമ മാത്രം നോക്കി നല്ലൊരു മുഹൂർത്തത്തിൽ അവളുടെ വേളി അങ്ങോട്ട് കഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ജാതകപ്പുറത്ത് നമുക്ക് നോക്കണം. ആ സാവിത്രിയുടെ നക്ഷത്രം എന്താ? നക്ഷത്രം രോഹിണി. ഹായ് ഹായ് ഗണമൊത്ത ഗുണം 10 എല്ലാ പൊരുത്തങ്ങളും ഒത്തിരിക്കണം. രോഹിണി ഉത്രട്ടാതി. ആരായി ഉത്രട്ടാതി? നോം തന്നെ അങ്ങ് വെച്ചോളൂ. നമ്മുടെ വേളി കാലായിട്ട് ആണ്ടും തികഞ്ഞിരിക്കണു. എല്ലാം ശുഭം തന്നെ. സാവിത്രിയെ നോം തന്നെ വേളി അയച്ചോളാം. ചെമ്മങ്കാട്ടില്ലം പേര് കേട്ടതാ. അവിടുത്തെ ബന്ധം നമുക്കും ബഹുമതിയാ. എന്താ ഒന്നും മിണ്ടാത്തേ? ഇനിയിപ്പൊ എന്താ പറയണേ? നോ സമ്മതിച്ചു. എന്താ അങ്ങനെയല്ലേ? ലോകത്തിലുള്ളവരെല്ലാം തന്നെ ഹിന്ദുമതക്കാരാണോ? ഹിന്ദുമതത്തിൽ തന്നെ ശൈവമെന്നും വൈഷ്ണവെന്നും ഭഗവേദമില്ലേ? ഭാരതത്തിൽ ബുദ്ധമതവും ജൈനമതവും നിലനിൽക്കുന്നു. സാവിത്രിയുടെ കാരണവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. അവൾക്ക് വേറെ വേളി നിശ്ചയിച്ചു എന്ന് പറയുന്നു. നിനക്ക് അവളെക്കാൾ യോഗ്യതയുള്ള ഒരു കുട്ടിയെ നാം നിശ്ചയിക്കും. എന്താ? വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. നിർബന്ധമാണെങ്കിൽ വേളി വേണ്ടെന്ന് വെക്കാം. ഏതായാലും മറ്റൊരു പെൺകുട്ടിയെ നീ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയാവനായ കർത്താവ് നിന്റെ ആശ നിറവേറ്റാതിരിക്കില്ല. പ്രാർത്ഥിച്ചോളൂ, മനം നൊമ്പ് പ്രാർത്ഥിച്ചോളൂ. കൊല്ലന്നിട്ട് നേരെ എത്രയായി? എന്നിട്ട് ഉറക്കം തന്നെ. രാത്രി വേണ്ട വേണ്ട, ഉണ്ണി എങ്ങും പോകണ്ട. ഒന്നനുവദിക്കൂ. എന്റെ സാവിത്രിയെ അവസാനമായ ഒരേ ഒരു നോക്ക് ഞാൻ കണ്ടുകൊള്ളട്ടെ. അവിടെ ചെന്നാൽ നിന്നെ അവമാനിക്കും. സാവിത്രി ആത്മഹത്യ ചെയ്തെന്നുള്ള പഴി നിന്നിൽ ആരോപിക്കും. എന്ത് വേണമെങ്കിലും ആരോപിച്ചു, എങ്ങനെ വേണമെങ്കിലും അവമാനിക്കട്ടെ. ഇതിൽ കൂടുതൽ എനിക്കും നഷ്ടപ്പെടാനില്ല. എനിക്ക് നീ നഷ്ടപ്പെട്ടാലോ എന്ന എന്റെ പേടി. ആരും നഷ്ടപ്പെടാത്ത മാർഗം നമുക്കുണ്ടാകും. ആരാ വരുന്നത്? താങ്കാളെ പരിശോധന. ആ വരുത്തന്റെ കൂടെ എഴുന്നള്ളിയിരിക്കണു. അടിച്ച് തുരത്തണം രണ്ടിനെ. യഹൂദ
ദൂതന്മാർ കല്ലെറിയുമെന്ന് അറിഞ്ഞിരുന്നിട്ടും യൂദായിലെത്തി ലാസറി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്നേഹനിധിയായ എന്റെ കർത്താവെ, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നങ്ങ് മാർത്തയോട് അരുളി ചെയ്തത് പരമാർത്ഥമാണെന്ന് തെളിയിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു തരണേ കർത്താവേ, തിരിച്ചു തരണേ, തിരിച്ചു തരണേ. മകളെ, മാതാപിതാക്കളെ നമസ്കരിച്ച് അനുഗ്രഹമാകും. വരൂ, പോകാം. എന്നിട്ടാ പുറപ്പാട്? പ്രായപൂർത്തി വന്ന ഒരു പെൺകുട്ടിയെ ചുമ്മാതങ്ങ് പിടിച്ചോണ്ട് പോവുക, അതും വിമതസ്ഥന്മാരുടെ കൂടെ. അങ്ങേ ചോദിക്കൊന്നും വേണ്ട, അവള് മരിച്ചതാ എനിക്ക് നല്ല നിശ്ചയ. പിന്നെ അദ്ദേഹമാണ് അവൾക്ക് ജീവൻ കൊടുത്തത്. അദ്ദേഹം എന്തു പറയണു അതങ്ങോട്ട് അനുസരിക്കാൻ പോവുക അങ്ങട്. പ്രഭു, എനിക്ക് ബോധ്യായി. ഞാൻ എന്തെല്ലാമോ തെറ്റിദ്ധരിച്ചു. ഈ മലയാറ്റൂരും ക്രിസ്തുദേവന്റെ ഒരു ആരാധനാമന്ദിരം സ്ഥാപിക്കാൻ അവിടുന്ന് ദയവുണ്ടാകണം. അതാ ഈശോമിശിയുടെ ത്യാഗചിഹ്നം. അത് തന്നെയായിരിക്കണം മലയാറ്റൂർ ദേവാലയത്തിനുള്ള സമുചിത സ്ഥാനം. ജയ് മഹാകാളി, ജയ് മഹാകാളി, ജയ് മഹാകാളി. ഓ ശിം ശും സൈ, ഓ ശിം ശും സൈ, ഓ ശിം ശും സൈ. ബാധ പ്രേതബാധ, ഗർഭപ്രേതബാധ. ഭഗവതി, ലോകമായി നേരാണ് ഗർഭപ്രേതബാധ തന്നെ. മാറ്റാം, പക്ഷേ ഉണ്ണി നമ്മെ മറന്നു. ഇല്ലേ, മറന്നിട്ടില്ലേ? നമുക്കുള്ള ഓഹരി മുടക്കി. ഇല്ലേ, കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ദാഹിക്കുന്നു, രക്തം, രക്തം വേണം. തരാമേ, തരാമേ. ഒഴിഞ്ഞു പോ. ഓ ക്ലീം കും ക്ലേ. ഞാനാരാണെന്ന് നിനക്കറിയോ? അറിയാമടാ, എന്റെ പുറകെ വാലാട്ടിക്കൊണ്ട് നടന്ന ചട്ടം കുട്ടപ്പനല്ലേ നീ? പരിഹസിക്കുന്നോ, പരീക്ഷിക്കുന്നോ? ഒഴിഞ്ഞു പോ. ഒക്കത്തില്ലടാ. ഒഴിഞ്ഞു പോ. ഒക്കത്തില്ലേ? എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. ജയ് ഭദ്ര, ജയ് ഭദ്ര, ജയ് ഭദ്ര. എന്താ ഇത്? ബാധ ഒഴിപ്പിക്കുന്നു. അടിച്ചാൽ ബാധ ഒഴിയുമോ? ഒഴിയും, ഒഴിക്കും, ഒഴിപ്പിക്കും. അടിക്കുന്നത് ആരെയാ? ബാധേ. കൊള്ളുന്നത് ആ സ്ത്രീയുടെ ദേഹത്താണല്ലോ. ബാധ ഇവളുടെ ദേഹത്താണല്ലോ. ഇവരുടെ ദേഹത്ത് കൊള്ളാതെ ബാധയെ മാത്രം അടിക്കാൻ സാധിക്കില്ലേ? പരീക്ഷയാണോ? അല്ല, ഇങ്ങനെ അടിച്ചാൽ ബാധ ഒഴിയുമ്പോഴേക്കും ഈ സ്ത്രീയുടെ ജീവനും ഒഴിഞ്ഞു പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ്. എന്തു പറഞ്ഞു? അടിക്കരുത്. ഈ സ്ത്രീയുടെ ദേഹത്തിൽ ഒരു തരി മണ്ണ് പോലും കിള്ളിയിടാതെ ഞാൻ ഈ ബാധ ഒഴിപ്പിക്കാം. അത്രയ്ക്കായോ? കാണട്ടെ, കാണട്ടെ. ഇല്ലെങ്കിൽ നിന്റെ രക്തത്തിലാണെന്ന് കരുതി. മകളെ, നിനക്കിഷ്ടമില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഏതായാലും ഒരുവൻ താലി കെട്ടിപ്പോയി. എന്തും സഹിച്ച് അവനോടൊത്ത് ജീവിക്കൂ. എന്തിനെ അടി കൊള്ളുന്നു? 4 പേർ കാണുക എന്തിനീ പേക്കോലം തുള്ളുന്നു? നിനക്ക് സൽബുദ്ധി വരാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വാമി, അങ്ങനെ രക്ഷിച്ചു. അയ്യോ,
സ്വാമി ഇത് സ്വീകരിച്ചാൽ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിഫലം ഉദ്ദേശിച്ചല്ല ഞാനിതെല്ലാം ചെയ്തത്. നിങ്ങൾ കണ്ടതെല്ലാം എന്റെ ശക്തിയല്ല, എന്നെ അയച്ചവന്റെ ശക്തിയാണ്. എഴുന്നേൽക്കൂ. സ്നേഹസ്വരൂപിയായ ദൈവം തമ്പുരാന്റെ ഒരു സ്മാരകം ഈ നിലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായിരിക്കും. ഞങ്ങൾ സഹായിക്കാം. ഇവിടെയുള്ള സാധുക്കളെ ഒക്കെ കബളിപ്പിച്ചിരിക്കുക. അവരെല്ലാം അയാളെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. ദേവാലയം പറഞ്ഞിരിക്കുന്നു പരദേശി പരുഷ. ഏതായാലും അയാൾ ഒരു സിദ്ധനാണെന്നുള്ളത് തീർച്ചയാണ്. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എത്രയെത്ര രോഗങ്ങൾ അയാൾ ഭേദമാക്കിയേ. ആപത്ത് എവിടെയുണ്ടോ അയാൾ അവിടെ പറഞ്ഞെത്തും. ഇത് കണ്ടാലേ ആളുകൾ വിശ്വസിക്കാതിരിക്കുവോ? അയാളെ ഇവിടെ വെച്ചു പുലർത്തുന്നത് നമുക്ക് ആപത്താണ്. അമ്പലങ്ങൾ ആർക്കും വേണ്ടാന്നാവും. എല്ലാവരും പള്ളിയിലേക്കാവും. കുറെ പേര് അങ്ങോട്ടും പോട്ടെ, അതിനെന്താ? അല്ലെങ്കിലും പണ്ടേ ഒരു തണുപ്പനാണ്. നമ്മുടെ ഇടയിൽ വന്ന് ഒരാള് ആള് ചമയുന്ന കാണാൻ ആണത്തുള്ളവർക്ക് സാധ്യമല്ല. നിങ്ങൾക്കും വലിപ്പം ചമയാൻ സാധിക്കില്ലേ? അറിവുള്ളവരെ കണ്ടാൽ അവരുടെ പുറകെ പോകാൻ കുറെ അറിവ് കാണും. അത് കണ്ട് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? തന്നോട് പറയാൻ ഞാൻ ആളല്ല. എന്നാലേ ഈ കുതന്ത്രത്തിനൊന്നും എന്നെ ഒട്ടും കിട്ടില്ല. എന്ന താൻ അങ്ങോട്ട് ചെല്ല്. അയാളുടെ കാല് കെട്ടിപ്പിടിക്കും. വേണ്ടി വന്നാ കാല് പിടിക്കും. എനിക്കുണ്ടൊരു വിശ്വാസം. എന്റെ ഇഷ്ടം നിങ്ങളാരാ ചോദിക്കാൻ? ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കണ്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് അവന്റെ പിന്നാലെ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ ഈ നാട്ടിൽ നിന്ന് തുരത്തണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അയാളുടെ അനുയായികൾ ഒന്നോ രണ്ടോ അല്ലെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ തട്ടികളയാം. എങ്ങനെ?